ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ സന്നിഹിതരായ വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ഒതുക്കുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പൂരം പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ, അതുപോലെ മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കാരണവന്മാരെ, സഹോദരന്മാരെ, നാട്ടുകാരെ, ഈ പാലത്തിൻ്റെ വളരെ വേഗം അതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി തന്ന ഇത് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ, ഇതിൻ്റെ കരാർ ഏറ്റെടുക്കുന്ന ശ്രീമതി അവരുടെ മറ്റു സഹോദരന്മാരെ, എല്ലാവർക്കും വളരെ സന്തോഷം ഉള്ള ഒരു മുഹൂർത്തമാണ്. കാരണം നാട്ടുകാർക്കൊക്കെ അറിയാം, വളരെ കാലം പെൻഡിങ്ങിലായി ഒന്ന് നടന്നു കിട്ടിയാൽ മതി, ഇത് നടക്കുമാവാം, നീ നടന്നിട്ടും കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഈ പാലം ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. അതും ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റായി ടെൻഡറായി അനുവാദം ഇപ്പോൾ അടുത്ത് തന്നെ കിട്ടും എന്നൊക്കെ പറയുന്നതൊക്കെ നിർത്തി എല്ലാം ആയി കരാറുകാരനെ ഏൽപ്പിച്ച് നാളെ പണി തുടങ്ങുകയാണ്. അല്ലാതെ എന്ത് പറഞ്ഞാലും നാട്ടുകാർ വിശ്വസിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ വളരെ വൈകാരികമായ ഒരു ബന്ധം തന്നെ എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഉമ്മണിക്കടവ്, അത് ചെറുപ്പത്തിൽ ഉമ്മണിയാടത്ത് അങ്ങനെയെന്ന് പറയും, അങ്ങോട്ട് നടന്ന് ഒക്കെ ഈ കടവിലൂടെ കയറിയ ഓർമ്മ എനിക്കുണ്ട്. വളരെ ചെറുപ്പത്തിൽ ആരുടെയെങ്കിലും ഒരു കൂടെ പോകാനേ പറ്റുള്ളൂ. അത്ര കുട്ടിയായിരിക്കുന്ന കാലത്ത് കാരാത്തോട്ടത്തിലെ ഒരാളുടെ കൂടെ അവിടുന്ന് നടന്ന് പുഴ കടന്ന് ഇവിടെ താമസിച്ച് പോണ ഓർമ്മ എനിക്ക് ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാലം വരുന്നതിൽ വളരെ വൈകാരികമായ ഒരു ബന്ധം എനിക്കുണ്ട്. ഈ പാലം വന്ന് കാണാൻ ആഗ്രഹിച്ച പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ചിലരൊക്കെ ഉള്ളൂ. എല്ലാവരും മരിക്കും. ഇനി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇനി അവരായുഷ്കാലത്തെങ്കിലും ഒന്ന് വന്നു കാണണമല്ലോ എന്നുള്ള സംസാരമൊക്കെ ആയിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സാധിക്കുന്നതിൽ ഇവിടുത്തെ യുവാക്കളോടൊപ്പം, കാരണന്മാരോടൊപ്പം, നാട്ടുകാരോടൊക്കെ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ കരാറ് എടുത്തിരിക്കുന്നത് ബഹുമാനായ ശ്രീമതി അവരുകളാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പ്രമുഖ കോൺട്രാക്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെ വന്നതുകൊണ്ട് ഇതുപോലെയുള്ള പാലം ഇത്ര പ്രാധാന്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവരെങ്ങനെയും പെട്ടെന്ന് അങ്ങ് തീർക്കും എന്ന്, അതുകൊണ്ട് തന്നെ ആ സന്തോഷവും എനിക്കുണ്ട്. അദ്ദേഹം ഇവിടെ വേദിയിലുണ്ട്. അത് ആ ഒരു കാര്യവും ഇതിനകത്തുണ്ട്. വളരെ ഉത്സാഹത്തോടു കൂടി സമയബന്ധിതമായി ഇതിൻ്റെ പണി തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആർക്കെങ്കിലും ഈ പാലത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ ഈ നാട്ടിലെ സ്ഥിരോത്സാഹികളായ കുറച്ച് യുവാക്കൾക്കാണ് ഇപ്പോൾ ഇതൊന്നും നടത്തി ഞങ്ങൾ വെച്ചുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയുള്ള നാട്ടുകാർ ഇരുത്തിപ്പൊറപ്പിക്കാത്ത, പൊതുവിൻ്റെ പോലെ ഇരുത്തിപ്പൊറപ്പിക്കാത്ത യാതൊരു രക്ഷയില്ല. വേറെ ചടങ്ങിന് വന്നാലും പറയും ഉമ്മണിയടുത്ത പാലത്തിനെ പറ്റി, ഉമ്മണിക്കടവ് പാലത്തിനെ പറ്റിയൊക്കെ പറയണം. പ്രതിഷേധിക്കേണ്ട പ്രതിഷേധിച്ചും ചൂടാക്കിയും ഒക്കെ അവർ ഫൈറ്റ് ചെയ്ത് ഇത്ര വേഗം ഈ പാലം, അവരോട് പ്രത്യേകമായ നന്ദി എനിക്കുണ്ട്. ഏതായാലും ശരി, ഈ ചടങ്ങിന് വളരെയധികം പ്രത്യേകതകളും സന്തോഷമുണ്ട്. ഞാൻ ഗ്രഹിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വേങ്ങര മണ്ഡലത്തിൽ, പൂരം പഞ്ചായത്തിൽ, അതുപോലെ തന്നെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലൊക്കെ ഇനിയും സാധാരണ ജനങ്ങളുടെ ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ഞാൻ വരുമ്പോൾ പറയായിരുന്നു, ഉള്ള റോഡ് നന്നാക്കുകയല്ലാതെ ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഉള്ള റോഡ് ഏതെങ്കിലും നിലയിൽ വളരെ നല്ല ഒരു റോഡാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊള്ളാം എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. അതുപോലെ വളരെ പാവപ്പെട്ട ആളുകളുടെ അനവധി കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ പെൻഡിങ് ഉണ്ട്. കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടെ ഉണ്ട്, ഒതുക്കുകളും പൂരകമൊക്കെ. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ പദ്ധതികൾ വളരെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. എല്ലാവരും സ്ഥിരോത്സാഹികളാണ് എന്ന സന്തോഷമുണ്ട്. ജില്ലയും ബ്ലോക്കും പഞ്ചായത്തുകളും ഒക്കെ. അപ്പോൾ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ബാക്കി പരിപാടികളും കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഉണ്ടാവും എന്നേ എനിക്കിവിടെ പറയാനുള്ളൂ.
മഴയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ കല്ലിടൽ കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.